ആമേൻ. വിശുദ്ധ വേദപുസ്തകം തുറക്കാമല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒത്തിരി ഫെമിലിയർ ആയിരിക്കുന്ന ഒരു ഭാഗം നിങ്ങളോട് സംസാരിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ഈ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ആ വാക്യം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എടുത്ത ദൈവമക്കളുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ആ വാക്യം ശബ്ദമുയർത്തി ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. പുതിയ നിയമ പുസ്തകത്താളുകൾക്കകത്ത് ആദ്യത്തെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ആദ്യത്തെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളായിരിക്കുമ്പോൾ തന്നെ മത്തായി എന്ന് പറയുന്ന എഴുത്തുകാരന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ ഈ മനുഷ്യന്റെ പേരിന്റെ അർത്ഥം പോലും നമ്മുടെ ജീവിത സാഹചര്യത്തോട് ചേർന്ന് വരുന്ന പേരാകാൻ സാധ്യതയുണ്ട്. മത്തായി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിന്റെ ദാനം എന്നാണ് ഈ മനുഷ്യന്റെ പേര്. അങ്ങനെ ലജ്ജയില്ലെങ്കിൽ സ്വന്തം കരം ആ ചങ്കത്ത് വെച്ചിട്ട് പറഞ്ഞാട്ടെ, ഞാൻ മനുഷ്യന്റെ ദാനമല്ല, ഞാൻ ദൈവത്തിന്റെ ദാനമാണ്. അഭിമാനത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ മനുഷ്യന്റെ ദാനമല്ല, ഞാൻ ദൈവത്തിന്റെ ദാനമാണ്. മത്തായി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദാനമെന്നാണ്. ഈ മനുഷ്യന് ഒരുപാട് ക്വാളിറ്റികൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഒറ്റ ക്വാളിറ്റി മാത്രം പറഞ്ഞ ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാം. മത്തായിയാണ് യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ പേരുകൾ എഴുതുന്നത്. മത്തായിയാണ് യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ പേരുകൾ മത്തായി ഓർഡറിനകത്ത് എഴുതുമ്പോൾ ആദ്യത്തെ പേര് മത്തായി എഴുതി വെക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പേരുകൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പേര് മത്തായി എഴുതുന്നു. ഒന്നാമന്റെ പേര് എന്ന് പറയുന്നത് പത്രോസ് എന്നാണ്. ഈ പേന മത്തായിയുടേതാണ്, ഈ പേപ്പർ മത്തായിയുടേതാണ്, ഇത് എഴുതുന്നത് മത്തായിയാണ്. പക്ഷെ ആദ്യത്തെ പേര് മത്തായി എഴുതി വെക്കുകയാണ്, ഒന്നാമന്റെ പേര് പത്രോസ് എന്നാണ്. ഇവിടെ മത്തായിയുടെ ഒരു വലിയ ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയും. ആമേൻ. വേണമെങ്കിൽ തൻ്റെ സ്വന്തം പേര് തനിക്ക് എഴുതാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ, ഞാനല്ല പാസ്റ്ററെ ഉയരേണ്ടത്, എൻ്റെ കൂടെയുള്ളവനൊന്ന് കയറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് മത്തായി എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ സെൻറ്ററിനെ നോക്കി നമുക്ക് ദൈവത്തോട് പറയാം, ഞങ്ങൾ ഇച്ചിരി കുറഞ്ഞാലും വേണ്ടിയില്ല, ഞങ്ങളുടെ കൂടെയുള്ളതൊക്കെ ഒന്ന് കയറി വരയണം. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എനിക്ക് തികച്ച അഭിമാനമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. ഈ സെൻറ്റർ മാത്രമല്ല, ഈ സെൻറ്ററിനകത്തുള്ള പ്രാദേശിക സഭകൾ പലതും ഞങ്ങൾ വളർന്നു വരുന്ന യൗവനക്കാരുള്ള ബന്ധത്തിനകത്ത് കൈയൊന്ന് പിടിച്ചു കയറ്റാൻ, ആത്മീയ ശുശ്രൂഷകൾക്ക് പിന്തുണ നൽകാൻ 1 2 3 പല പ്രാവശ്യങ്ങളായി ഈ സെന്ററും ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വിവിധ സഭകളും അവസരം നൽകിയിട്ടുണ്ട്. ഈ പൊതുയോഗത്തിനകത്ത് ഈ ദൈവവചനവുമായി നിൽക്കുമ്പോൾ എനിക്ക് തികച്ചും അഭിമാനവുമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നാളുകളിൽ യേശുവിന്റെ വരവ് താമസമെങ്കിൽ ഇനിയും ഒരു പറ്റം തലമുറകളെ നമ്മുടെ സെന്റർ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. മത്തായി തന്റെ സുവിശേഷം എഴുതുമ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്ന അധ്യായം എന്ന് പറയുന്നത് 5-ാമത്തെ അധ്യായമാണ്. 5-ാമത്തെ അധ്യായത്തിനകത്ത് ശക്തമായൊരു വാക്യമാണ് ഇന്ന് രാത്രി നാം പ്രസംഗത്തിന് ആധാരമായും ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി നാം എടുത്തിട്ടുള്ളത്. പക്ഷേ 5-ാമത്തെ അധ്യായം നമുക്ക് ഇന്ന് രാത്രി പഠിക്കണമെങ്കിൽ 5-ന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ഇന്ന് രാത്രി നമുക്ക് വരണമെങ്കിൽ ആദ്യത്തെ 3-4 അധ്യായത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. ഇനി ഞാൻ പറയുന്നതൊക്കെ കുറേയും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ആരുടെയും ശ്രദ്ധകൾ മാറിപ്പോകുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാം അധ്യായം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുന്ന അധ്യായമാണ്. ഇന്ന് രാത്രി ഞാനൊരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ. 1-ാം അധ്യായം ഇഷ്ടമുള്ളവർ ആ കരമൊന്ന് ഉയർത്തി കാണിക്കാൻ പറഞ്ഞാൽ എത്ര പേര് കരമൊന്ന് ഉയർത്തി കാണിക്കും? 1-ാം അധ്യായം ഇഷ്ടമുള്ളവർ സിൻസിയർ ആയിട്ട്, റിയലി നിങ്ങൾക്ക് 1-ാം അധ്യായം ഇഷ്ടമാണോ? ഇന്നാളെ ജനിപ്പിച്ചു, ഇന്നാളെ ജനിപ്പിച്ചു. സത്യസന്ധമായിട്ട് പറ, 1-ാം അധ്യായം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഒരു കൊച്ചു ചോദ്യം കൂടെ ചോദിക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പോട്ടെ, കഴിഞ്ഞ ഒരു 5 മാസത്തിനിടയിൽ 1-ാം അധ്യായം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവർ ആ കരമൊന്ന് ഉയർത്തി കാണിക്കാമോ? ഇത്രയും പേരുണ്ടോ? നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. പാസ്റ്ററെ, സാധാരണ രീതിയിൽ അത് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു അധ്യായമാണ്. ഇന്നാളെ ജനിപ്പിച്ചു, ഇന്നാളെ ജനിപ്പിച്ചു. പക്ഷെ ഞാൻ അധ്യായത്തിൽ നിന്നുകൊണ്ട് കരം വെച്ചുകൊണ്ട് പറയാം, 1-ാം അധ്യായത്തിന്റെ പ്രത്യേകത വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുന്ന അധ്യായമാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളും ഈ സ്ഥലം സെന്ററിന്റെ സകല കുഞ്ഞുങ്ങളും പറയണം, എൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളെയും കർത്താവ് ജനിപ്പിക്കുന്ന ഒരു മഹത്വമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇന്നലകളിൽ നിങ്ങൾ കേട്ട ദൈവ ശബ്ദങ്ങൾ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട്
സംസാരിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, ഒരു അഭിഷക്തൻ നിങ്ങളുടെ ശിരസിനകത്ത് കരം വെച്ച് പറഞ്ഞ 100 കണക്കിന് വാഗ്ദത്തങ്ങൾ അവധി പറഞ്ഞ് മാറി നിൽക്കത്തില്ല. ഈ രാത്രി നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്, നമ്മുടെ വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. 1-ാമത്തെ അധ്യായം വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുന്ന അധ്യായമാണെങ്കിൽ 2-ാമത്തെ അധ്യായം വാഗ്ദത്തത്തെ വളർത്തുന്ന അധ്യായമാണ്, പ്രോമിസുകളെ വളർത്തുന്ന അധ്യായമാണ്. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മേൽ ദൈവം വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുന്നെങ്കിൽ ആ വാഗ്ദത്തത്തെ വളരുമാറാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഈ വാഗ്ദത്തം ജനിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷമാണ് ജനിച്ച വാഗ്ദത്തം വളരുന്നത്. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നു, വാഗ്ദത്തം ജനിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷം ാണ് ജനിച്ച വാഗ്ദത്തം വളരുമാറാകുന്നത്. വിവാഹ ജീവിതത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അനന്തരം 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ വൈഫും ഞെട്ടലോടൊരു വാർത്ത കേൾക്കുന്നത്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലാത്ത മേഖലകളുടെ ശതമാനം കൂടുതലാണ്. ആകയാൽ സകല മെഡിക്കൽ സയൻസും പറഞ്ഞു സാധാരണ രീതിയിലൊക്കെ ഒരു തലമുറ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ നന്നേ പാടാണ്. ഒരുപാട് അതിൻ്റെ പ്രൊസീജിയറുകളുണ്ട്. എന്ന് വെച്ചാൽ സാധ്യത ഇല്ലാത്തൊരു സ്ഥലം, ഉദരം കെട്ടിപ്പോയി അല്ലെങ്കിൽ ഉദരം കെട്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും തമ്പുരാൻ ആ കുരുക്കിനെ അടിച്ച് ഒരു വാഗ്ദത്തം ഞങ്ങൾക്ക് തന്നു. ഒരു ആൺ തലമുറയെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. അപ്പോൾ ഒരു പ്രോമിസ് ദൈവം ഞങ്ങളിൽ ജനിപ്പിച്ച അധ്യായമായിരുന്നു 1-ാമത്തെ അധ്യായം. പക്ഷേ ഇച്ചിരി കൂടെ സന്തോഷമുള്ള ഒരു വാക്ക് ഞാൻ പറയട്ടെ. ആമേൻ, സ്തോത്രം. അതേ, ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ച് ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ കവിട് വീഴാൻ തുടങ്ങി. എന്നാ സന്തോഷമായിരുന്നറിയാമോ? ഒരു യോഗം കഴിയുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ എനിക്കൊന്ന് ഇരിക്കണം. അവൻ്റെ കുഞ്ഞു വിരലുകളുണ്ടല്ലോ, അതിങ്ങനെ മുഷ്ടികൾ എപ്പോഴും ചുരുട്ടി പിടിച്ചിരിക്കുകയായിരിക്കുക. അവൻ എപ്പോഴും ഉറങ്ങും. ആദ്യ സമയങ്ങൾ നിങ്ങൾക്കറിയാം, ഈ ജനിച്ച കുഞ്ഞുങ്ങൾ കണ്ണിന്റെ ഇമ വെട്ടാതെ അവരിങ്ങനെ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ആ മകൻ്റെ കൈയിൻ്റെ വിരലുകൾ ഞാനിങ്ങനെ നിവർത്തും. എന്നിട്ട് എൻ്റെ കുഞ്ഞു വിരലുണ്ടല്ലോ അതിനിടയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും. അപ്പോൾ അവൻ അതിങ്ങനെ ചുരുട്ടി പിടിക്കും. എന്നാ സന്തോഷമാണെന്നറിയാമോ? അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ കവിണ് വീഴാൻ തുടങ്ങി. കവിണ് വീണപ്പോൾ അതിനേക്കാൾ സന്തോഷം എനിക്കുണ്ടായി. എന്നാൽ കുറച്ച് മാസം കൂടെ കഴിഞ്ഞപ്പോൾ അവൻ എഴയാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ സന്തോഷം തോന്നി. എൻ്റെ സഹോദരങ്ങളെ, കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ അവൻ പയ്യെ പിച്ചു വെച്ച് നടക്കാൻ തുടങ്ങി. കുഞ്ഞു വിരലിനകത്ത് ഇങ്ങനെ കൈയൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അവനിങ്ങനെ പയ്യെ നടക്കാൻ തുടങ്ങി. അത് അതിനേക്കാൾ സന്തോഷമായിരുന്നു. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു സമയമുണ്ട്. ഏകദേശം ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സായി. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ ആദ്യമായിട്ട് എന്നെ അപ്പ എന്നൊന്ന് വിളിച്ചു. മനസ്സിനകത്ത് ഏറ്റവും ഒരു തണുപ്പുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് രാത്രി അവിടെ നിർത്തിക്കൊണ്ട് അടിവരയിട്ട് നിങ്ങളോടൊരു ശബ്ദം പറയാം. വാഗ്ദത്തങ്ങൾ ജനിക്കുന്നതിനേക്കാൾ സന്തോഷമാ ജനിച്ച വാഗ്ദത്തം സ്റ്റെപ്പായിട്ട് വളരുന്നത്. എത്ര പേര് ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയോ? അങ്ങനാണെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് വിശ്വസിച്ച് പറപ്പാ, എൻ്റെ മേൽ ഇന്ന് രാത്രി ചില പ്രോമിസുകൾ ജനിക്കുകയും ചെയ്യും, ജനിച്ച വാഗ്ദത്തം വളരുകയും ചെയ്യും. സകല പിശാചുക്കൾക്ക് ഉറക്ക ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ മേൽ വാഗ്ദത്തം ജനിക്കുകയും ചെയ്യും, ജനിച്ച വാഗ്ദത്തങ്ങൾ വളരുകയും ചെയ്യും. ഇനി ഏത് കാലാവസ്ഥ അതിന് പ്രതികൂലമായി നിന്നാലും, ഏത് സ്വാധീനങ്ങൾ അതിനെതിരെ ചലിച്ചാലും, അകത്ത് വിശ്വസിക്കുന്ന സകല ദൈവമക്കളെയും നോക്കി ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ഉറച്ചു പറയുന്നു, നിങ്ങളുടെ മേൽ പ്രോമിസ് ജനിപ്പിച്ചത് ദൈവമാണെങ്കിൽ ആ ജനിച്ച വാഗ്ദത്തത്തെ ദൈവം വളരുമാറാക്കും. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അങ്ങനെ 1-ാമത്തെ അധ്യായം വാഗ്ദത്തം ജനിക്കുകയാണ്. 2-ാമത്തെ അധ്യായം ജനിച്ച വാഗ്ദത്തത്തെ ദൈവം വളർത്തുകയാണ്. 3-ാമത്തെ അധ്യായം വരുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു മാർമിക രഹസ്യം വെളിപ്പെടുത്തുന്ന അധ്യായമാണ് 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഇവിടെ യോഹന്നാന്റെ ശക്തമായൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിനകത്ത് യോഹന്നാൻ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്നു ദൈവരാജ്യം. ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഭാഗം എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ 3 രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. ഞാൻ ഈ പറയുന്ന പദങ്ങളൊക്കെ കുറേയും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഭാഗം എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ 3 രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. ആകയാൽ 1-ാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഐഹിക രാജ്യമാണ്. കുഞ്ഞുങ്ങൾ മാത്രം ചേർന്നത് പറഞ്ഞേ, ഐഹിക രാജ്യം. അയ്യോ, അത്രയും ശബ്ദമല്ല, ഇച്ചിരി കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ഐഹിക രാജ്യം. ആ മോൻ മിണ്ടുവാണോ? മോനേടാ മിണ്ടുവാണോ? അല്ല, ഓക്കെ. ഐഹിക രാജ്യം. 1-ാമത്തെ രാജ്യമാണ് ഐഹിക രാജ്യം എന്ന് പറയുന്നത്. ഈ ഐഹിക രാജ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഐഹിക രാജ്യത്തിന്റെ 1-ാമത്തെ പ്രശ്നം നിങ്ങൾ കേൾക്കണേ, ഇത് നശ്വരമാണ്. എന്ന് വെച്ചാൽ ഇത് പൊളിഞ്ഞു പോകും. ഇവിടെ എന്ത് നട്ടാലും ഇത് പൊളിഞ്ഞു പോകും. ഇവിടെ ഒരു ഫ്ലാറ്റ് പണിതാൽ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് 50 വർഷമാണ്. 50 വർഷം കഴിഞ്ഞാൽ ആ ഫ്ലാറ്റ് ചിലപ്പോൾ ഇടിച്ചു കളയും. ഇവിടെ ഒരു വീട് പണിതാൽ അത് 80, 90, 100 വർഷം കഴിയുമ്പോൾ ആ വീട് പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു കളയും. ഇവിടെ ഒരു വണ്ടി മേടിച്ചിട്ടാൽ അത് 15 വർഷം കഴിയുമ്പോൾ അത് റീടെസ്റ്റിന് കൊടുക്കണം.
സംസാരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് നട്ടാലും അത് നശിച്ചു പോകും. നിങ്ങളൊരു ചെടി നട്ടാൽ, നിങ്ങളൊരു വൃക്ഷം നട്ടാൽ അതിനൊരു ആയുസ്സുണ്ട്. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ ഐഹിക രാജ്യത്തിനകത്ത് എന്ത് നട്ടാലും അത് നശ്വരമാ, അത് പൊളിഞ്ഞു പോകും. എന്തിന് പറയണം? ഇവിടെ താമസിക്കുന്ന നമ്മുടെ ഗതി ഒന്ന് ഓർത്തു നോക്ക്. ഇവിടെ താമസിക്കുന്ന നമ്മുടെ ഗതി, നമ്മൾ പൊളിയുമോ? നമ്മൾ പൊളിയും, ഉറപ്പായിട്ട് നമ്മൾ പൊളിയും. ഇപ്പൊ എനിക്ക് പ്രായം 34 വയസ്സാണ്. 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴും എനിക്ക് പ്രായം 34. എന്നാ രസമാ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഐഹിക രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രായം വരും. ആമേൻ. അതാ അസ്ഥികളൊക്കെ ചുളിയും, നര ബാധിക്കും, കണ്ണാടി വെക്കും. അവിടെയാണ് നശ്വരമാണ്, ഇത് പൊളിഞ്ഞു പോകുന്നതാണ്. ഒന്നാമത്തെ രാജ്യം മറക്കരുത്, ഐഹിക രാജ്യമാണ്. എന്നാൽ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് പൈശാചിക രാജ്യമാണ്, ഡെവിൾസ് കിങ്ഡം. എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് പൈശാചിക രാജ്യമാണ്, ഡെവിൾസ് കിങ്ഡം ആണ്. ഈ പൈശാചിക രാജ്യത്തിന് കുറെ നിബന്ധനകളുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണേ. പിശാചിന്റെ രാജ്യത്തിന്റെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പിശാചിന്റെ രാജ്യത്തിന്റെ അംഗത്വം കിട്ടണമെങ്കിൽ നിങ്ങൾ സത്യം പറയരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സത്യം സംസാരിക്കരുത്, പകരം നിങ്ങൾ ഭോഷ്ക് മാത്രമേ സംസാരിക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കള്ളം മാത്രമേ പറയാവുള്ളൂ. ബൈബിൾ പറയുന്നു, അവൻ ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനുമാകുന്നു. അപ്പൊ പിശാചിന്റെ രാജ്യത്തിന്റെ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എപ്പോഴും കള്ളം പറയണമെന്നുള്ളതാണ്. കള്ളം പറഞ്ഞാൽ ആ സെക്കൻഡ് അവന്റെ അംഗത്വം അടിച്ച് നമ്മുടെ കയ്യിൽ തരും. ആകയാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരു കള്ളം പോലും പറയാത്തവർ ആ കരമൊന്ന് ഉയർത്തി ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ എത്ര പേര് കരം ഉയർത്തി കാണിക്കും? കഴിഞ്ഞ മാസത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും കള്ളം പറയാത്തവർ ഇല്ല, ആരുമില്ല. അപ്പൊ നമ്മളൊക്കെ പിശാചിന്റെ രാജ്യത്തിന്റെ അംഗത്വമാണോ? ഒന്ന് പരിശോധിച്ച് വിടുന്നത് നല്ലതാ കേട്ടോ. അപ്പോൾ ഒന്നാമത് പിശാചിന്റെ രാജ്യത്തിന്റെ അംഗത്വത്തിന്റെ പ്രശ്നം, എപ്പോഴും ഭോഷ്ക് സംസാരിക്കണം, എപ്പോഴും കള്ളം പറയണം. ഇനി പിശാചിന്റെ രാജ്യത്തിന്റെ അംഗത്വം കിട്ടണമെങ്കിൽ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മോഷണം നടത്തണം എന്നുള്ളതാ. പാസ്റ്ററെ അവിടെ തെറ്റിപ്പോയി, അതെന്താ? ഞങ്ങൾ മോഷ്ടിക്കാറില്ല. ഇല്ല, മോഷണത്തിന് 2-3 റലങ്ങളുണ്ട്. ഒന്നാമത്തെ മോഷണത്തിന്റെ റലം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. ആക്കാന്റെ മോഷണമാ ഒന്നാമത്തെ മോഷണം. ആക്കാൻ എവിടാ മോഷ്ടിച്ചെന്നറിയാമോ? തന്റെ സ്വന്തം വീട്ടിൽ നിന്നല്ല, പട്ടണത്തിൽ നിന്നല്ല, മറ്റൊരു പട്ടണത്തിൽ പോയി ആക്കാൻ മോഷ്ടിച്ചു. ആകയാൽ മറ്റൊരുത്തിന്റെ നന്മ എടുത്താൽ അതിന്റെ പേര് മോഷണമാ. മക്കളെ, മറ്റൊരുത്തിന്റെ പേന എടുത്താൽ, മറ്റൊരുത്തിന്റെ പെൻസിൽ എടുത്താൽ, മറ്റൊരുത്തിന്റെ ബുക്ക് അവൻ അറിയാതെ എടുത്താൽ അതിന്റെ പേര് മോഷണം എന്നാണ്. സ്തോത്രം. എന്നാൽ ഈ റാഹേലിന്റെ മോഷണം എന്ന് പറയുന്നത് മറ്റൊരുത്തന്റെ അല്ല, സ്വന്തം വീട്ടിൽ സ്വന്തം അപ്പന്റെ നന്മയാണ് അവൾ എടുത്തത്. അപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് എടുത്താലും അതിന്റെ പേരെന്നാ? മോഷണമാ. പപ്പ അറിയാതെ പപ്പയുടെ പോക്കറ്റിലെ പണം എടുത്താൽ അതിന്റെ പേര്, നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. നിങ്ങൾ ചിരിച്ചാൽ ഇത് നിങ്ങളോടുള്ള ദൂതാണെന്ന് എനിക്ക് തോന്നും. അപ്പൊ നിങ്ങൾ ചിരിക്കരുത്, ഇങ്ങനെ മസിൽ പിടിച്ച് ഇരിക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദൂതാണെന്ന് എനിക്ക് തോന്നും. അപ്പൊ എനിക്ക് പ്രവാചക ആത്മാവ് കത്തും. സോ ഇത് ഞങ്ങളോടല്ല വാസേ, കണ്ണിന്റെ ഇമ്മ വെട്ടാതെ ശ്രദ്ധിച്ചിരിക്കണോ? അപ്പൊ അപ്പന്റെ പോക്കറ്റിലെ പണം എടുത്താൽ അതിന്റെ പേരെന്നാ? മോഷണം എന്നാണ്. ഇങ്ങനെ മോഷണത്തിന് 2-3 റലങ്ങളാണുള്ളത്. ഇത് പിശാചിന്റെ രാജ്യത്തിന്റെ ഒരു നിബന്ധനയാണ്, നീ മോഷ്ടിക്കണം എന്നുള്ളത്. മൂന്നാമതാണ് കൊലപാതകം എന്നുള്ളത്. കൊലപാതകം എന്നുള്ള പദം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും, പാസ്റ്ററെ അതിപ്പോൾ യൂത്ത് ക്യാമ്പിന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആരും കൊലപാതകന്മാരല്ല. പക്ഷേ ബൈബിളിനകത്തൊരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്, കൂട്ടുകാരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. അവനാരാന്ന് എനിക്കറിയാം. പിന്നെ അവൻ എന്നാണ് പെന്തക്കോസിനകത്ത് വന്നത്? പിന്നെ അവൻ്റെ ഒരു കൈകൊട്ട്, അവൻ്റെ ഒരു പാട്ട്, അവൻ്റെ ഒരു പ്രാർത്ഥന, പിന്നെ അവനങ്ങ് ആത്മീയത കളിക്കുക. കണ്ടോ? കൂട്ടുകാരനെ പകയ്ക്കുന്നവന് അപ്പൊ പിശാച് ലേബലെഴുതി നെട്ടിയിലൊട്ടിക്കോ, നീ കൊലപാതകനാകുന്നു. അവൻ്റെ അംഗസംഖ്യ നമുക്ക് കിട്ടും, അവൻ്റെ അംഗത്വം നമുക്ക് കിട്ടും. ഇതാണ് പിശാചിന്റെ രാജ്യത്തിന്റെ റൂൾ എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ രാജ്യം അത്രേ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഒന്നുറക്കെ പറഞ്ഞാട്ടെ, ദൈവരാജ്യം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നൊരു ഭാഗം ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ അവിടെ വരും. എന്താണെന്നറിയാമോ? പാസ്റ്റർ, ഈ ദൈവരാജ്യം എന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ, ഒന്നാമത്തെ രാജ്യം ഐഹിക രാജ്യമെന്നും, രണ്ടാമത്തെ രാജ്യം പൈശാചിക രാജ്യമെന്നും, പിന്നെ മൂന്നാമത്തെ രാജ്യം ദൈവരാജ്യമെന്നും പാസ്റ്റർ പറഞ്ഞല്ലോ. പക്ഷെ ഇതിനിടയിൽ ഒരു രാജ്യമുണ്ടല്ലോ, അതെന്താ? ആമേൻ, സ്തോത്രം, സ്വർഗരാജ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്വർഗരാജ്യം. അപ്പോൾ ഒരു സംശയം വന്നു, എന്താ ദൈവരാജ്യം, എന്താ സ്വർഗരാജ്യം? പെട്ടെന്ന് പറഞ്ഞു, എന്താ മോളെ ദൈവരാജ്യം, എന്താ സ്വർഗരാജ്യം? വ്യത്യാസം എന്നാ? ഒരു വ്യത്യാസം പറ. ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള ഒറ്റ വ്യത്യാസം പറ. ഫ്രണ്ടിൽ വന്നിരിക്കണ്ടായിരുന്നു, അങ്ങനാണോ? അല്ല, എന്നാ പറഞ്ഞാട്ടെ. ദൈവരാജ്യവും സ്വർഗരാജ്യം തമ്മിലുള്ള വ്യത്യാസം പറ. ഒരെണ്ണം പറ. അന്ന് സൺഡേ സ്കൂളിൽ പോയില്ല. ഓക്കെ. ദൈവരാജ്യം സ്വർഗരാജ്യം തമ്മിലുള്ള വ്യത്യാസം എന്നാ മോനെ? അന്നും സൺഡേ സ്കൂളിൽ പോയില്ല. ദൈവരാജ്യം സ്വർഗരാജ്യം തമ്മിലുള്ള വ്യത്യാസം എന്നാ? CBSE ആയിരുന്നു. ഓക്കെ മക്കളെ, ദൈവരാജ്യം സ്വർഗരാജ്യം തമ്മിലുള്ള ഒറ്റ വ്യത്യാസം പറ. ദൈവരാജ്യം സ്വർഗരാജ്യം തമ്മിലുള്ള ഒറ്റ വ്യത്യാസം പറ. ആർക്കെങ്കിലും അറിയാമോ? എന്നാ ദൈവരാജ്യം, എന്താ സ്വർഗരാജ്യം? പറഞ്ഞു. ദൈവരാജ്യത്തെ ദൈവമുണ്ട്, സ്വർഗരാജ്യത്തിലോ? അത്രയെങ്കിലും അവൻ ഒപ്പിച്ചല്ലോ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഈ ദൈവരാജ്യം സ്വർഗരാജ്യം തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ച് കേൾക്കണം. എഴുതാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിക്കോ. ദൈവരാജ്യം സ്വർഗരാജ്യം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ദൈവരാജ്യം തന്നെയാണ് സ്വർഗരാജ്യം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഒരു വ്യത്യാസവും? റിയലി ശരിയാണ്. പക്ഷേ ദൈവരാജ്യം തന്നെയാണ് സ്വർഗരാജ്യം. ഇനി ഞാൻ പറയുന്നൊരു പദം നിങ്ങളൊന്ന് എടുത്തു പറയണം. ദൈവമുണ്ട്. എല്ലാവരും കൂടെ പറഞ്ഞേ.
ദൈവരാജ്യമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗരാജ്യമുണ്ട്. സ്വർഗം എവിടാ? സ്വർഗം എവിടാ? സ്വർഗം എവിടാ? മേളിലോ? സ്വർഗം എവിടാ? തലയിലോ? സ്വർഗം എവിടാ മോനെ? മേളിൽ. സ്വർഗം മേളില്. അപ്പൊ സ്വർഗരാജ്യം എവിടാ? ആ ഭൂമി തന്നെ. ദൈവരാജ്യവും ദൈവരാജ്യവും സ്വർഗരാജ്യവും നമുക്ക് ഭൂമി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മക്കളെ, നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. അപ്പൻ, അമ്മ, 2 പിള്ളേര്. അപ്പൻ, അമ്മ, 2 പിള്ളേര്. അപ്പൊ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ദൈവരാജ്യമാക്കാം, സ്വർഗരാജ്യമാക്കാം. എന്നും പൊട്ടിത്തെറിയുള്ള വീടാണെങ്കിൽ നടക്കത്തില്ല കേട്ടോ. അപ്പൻ ഒന്ന് പറയുന്നു, മക്കൾ 2 പറയുന്നു, അപ്പൻ കലമെടുത്തെറിയുന്നു, പിള്ളേര് 2 പേര് പിടിച്ച മാറാ തലമാര ഒറ്റത്തള്ളെ താഴെ ഇടുന്നു, പ്രശ്നം. അങ്ങനെ ഒരു വീട് ദൈവരാജ്യമല്ല, സ്വർഗരാജ്യമല്ല. എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ വീടിനകത്താക്കാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എന്നാൽ നമ്മൾ സ്വർഗത്തേക്ക് പോകാനിരിക്കുന്നവരാണ്. ആകയാൽ യേശു കർത്താവ് ഇപ്പോൾ 8 മണിയായി, 8:05 കർത്താവ് വന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും എന്ന് തൻ്റെ ഇടമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എത്ര പേര് എഴുന്നേറ്റ് നിൽക്കും? കേട്ടില്ല, ഒന്നുകൂടെ. 8 മണിയായി കേട്ടോ. 8:05 അടുത്ത 5 മിനിറ്റിനകത്ത് ഫയർ മീറ്റിംഗ് ഒന്നും നടക്കുകയില്ല. അതിന് മുമ്പേ 5 മിനിറ്റിനകത്ത് കർത്താവ് വരാൻ പോകും. അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കാഹളമൊക്കെ പിടിക്കാൻ ദൂതന്മാരെല്ലാം റെഡിയായി. യേശു സന്നാഹമെല്ലാം സെറ്റ് ചെയ്ത് അടുത്ത 5 മിനിറ്റിനകത്ത് കാഹളം തുനിക്കും. അതിൽ കർത്താവ് വരാൻ പോകുകയാണ്. ആ 5 മിനിറ്റിനകത്ത് യേശു വന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് തൻ്റെ ഇടമുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ആരുമില്ല. റിയലി? സ്വോത്രം. കണ്ടോ? സ്തോത്രം. അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മൾ പോകാനിരിക്കുന്നവരാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ സ്വർഗരാജ്യത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സ്വർഗരാജ്യം പ്രാക്ടീസ് ചെയ്യാത്തവന് സ്വർഗത്തേക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട് ദൈവരാജ്യമാക്കാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ആ ഭാഗം ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പൊ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് പറയുക. 4-ാം അധ്യായം പിശാച് അവന്റെ രാജ്യത്തെ കുറിച്ച് പറയുകയാണ്. 4-ാം അധ്യായം പിശാച് അവൻ ഈ കാണുന്നതെല്ലാം എന്റേതാ, ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, എല്ലാം തരാം എന്ന് പറയുകയാണ് 4-ാമത്തെ അധ്യായം. 4 അധ്യായത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ഒരു മാർമിക രഹസ്യം പറയുക. അവിടെയാണ് നമ്മുടെ പ്രസംഗത്തിന്റെ കുറിവാക്യം കിടക്കുന്നത്. എനിക്കറിയാം എൻ്റെ പ്രസംഗത്തിന് പൊതുവെയുള്ള ഭയങ്കര പരാതി എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡ് കൂടുതലാണെന്നുള്ളതാ. പക്ഷെ നിങ്ങളുടെ ഇരിപ്പും ആവേശമൊക്കെ കാണുമ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വേഗത്തിൽ പോകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഓർഡിനറി ബേസിൽ കയറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങണം, സൂപ്പർ ഫാസ്റ്റ് പിടിക്കണം, എൻ്റെ കൂടെ വരണം. ഈ നിർത്തി പറയുന്നൊരു ശൈലി എനിക്ക് പൊതുവേ ഇല്ല. എനിക്കിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന ഒരു പദവാണ് ഉള്ളത്. അതുകൊണ്ട് കണ്ണിന്റെ ഇമവെട്ടാതെ എന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 5-ാമത്തെ അധ്യായം യേശു ഒരു മാർമിക രഹസ്യം പറയുക. വലിയ നിബന്ധനകൾ. യേശുവിന്റെ പ്രസംഗത്തിന്റെ സ്റ്റൈല് 5-ന്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്. രസകരമായൊരു വാക്യമാ 5-ന്റെ 1-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചാട്ടെ. യേശുവിന്റെ പ്രസംഗത്തിന്റെ ശൈലി 5-ന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കാമോ? അവൻ പുരുഷാരത്തെ കണ്ടാറേ. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഓഡിയൻസ് യേശുവിന്റെ മക്കളെ, പ്രസംഗം കേൾക്കാൻ യേശുവിന്റെ അടുക്കൽ ഓഡിയൻസ് വന്നപ്പോൾ യേശു എന്തോ ചെയ്തെന്നറിയാമോ? യേശു അങ്ങ് ഇരുന്നു. അപ്പൊ ഓഡിയൻസ് എന്തോ ചെയ്യുക? ഓഡിയൻസ് നിന്ന് കേൾക്കുക. എന്നാ രസമാ! ഒരു സ്വത്രം പറഞ്ഞേ. നിങ്ങളൊന്ന് ചർച്ചയിൽ കണ്ടാട്ടെ. സ്തോത്രം. 3.5 മണിക്കൂറുള്ള നമ്മുടെ സഭായോഗത്തിനകത്ത് പാസ്റ്റർ ഇരുന്ന് പ്രസംഗിക്കുന്നു, നമ്മൾ നിന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു കാലം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഇല്ല, നടക്കത്തില്ല. അപ്പൊ യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി, ശിഷ്യന്മാരെല്ലാം നിന്ന് കേൾക്കാൻ തുടങ്ങി. പക്ഷെ ഈ കാലം നേരെ തിരിഞ്ഞു. ഈ കാലത്ത് ജനം ഇരിക്കുന്നു, ഞങ്ങൾ നിൽക്കുന്നു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഒറ്റ വ്യത്യാസമുള്ളൂ. അപ്പൊ യേശുവിന്റെ പ്രസംഗത്തിന്റെ ശൈലി എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഈ യേശു ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിനകത്ത് യേശു ഒത്തിരി സ്റ്റേറ്റ്മെന്റുകൾ പറയുക. ആത്മാവിൽ ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. അവർക്ക് അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറയുകയാണ്. ദുഃഖം, പിന്നെ ദാരിദ്ര്യം, ഇങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, കുറെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ യേശു ഒരു മാർമിക രഹസ്യം ഇവരോട് പറയുക. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് മത്തായി തന്റെ സുവിശേഷത്തിനകത്ത് അഭിസംബോധന ചെയ്യുന്ന 4 കൂട്ടങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു ദൂതാണ്, ശ്രദ്ധിച്ചു കേൾക്കണേ. മത്തായി തന്റെ സുവിശേഷത്തിൽ അഭിസംബോധന ചെയ്യുന്ന 4 ഗ്രൂപ്പുകളുണ്ട്. 1-ാമത്തെ കൂട്ടം എന്ന് പറയുന്നത് പരീക്ഷ കൂട്ടമാ. നിങ്ങൾ ഈ പുസ്തകത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പരീശന്മാർ. അങ്ങനെയാണെങ്കിൽ മത്തായി തന്റെ സുവിശേഷത്തിൽ 1-ാമത് അഭിസംബോധന ചെയ്യുന്നത് പരീശന്മാരെയാണ്. ആരാ പരീശന്മാർ? പരീശന്മാരെന്ന് പറയുന്നത് യഹൂദന്മാരെ വിദേശ സമ്പ്രദായത്തിൽ നിന്നും ഒന്ന് സംരക്ഷിക്കാൻ പുറത്തു വന്നൊരു സംഘടനയാണ് പരീശന്മാരെന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC നമ്മുടെ ചർച്ചിന് യൂത്തുകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ PAP എന്ന് പറയുന്ന ഒരു സംഘടനയുള്ളതുപോലെ യഹൂദന്മാരെ വിദേശ സമ്പ്രദായത്തിൽ നിന്നും ഒന്ന് സംരക്ഷിക്കാൻ പുറത്തു വന്ന ഒരു സംഘടനയാണത്രേ ഈ പരീക്ഷക്കൂട്ടം എന്ന് പറയുന്നത്. ആകയാൽ യഹൂദന്മാർക്ക് ന്യായപ്രമാണത്തോട് ഭയങ്കര പ്രിയമാണ്. അതുകൊണ്ട് തന്നെ പരീശന്മാർക്കും ന്യായപ്രമാണത്തോട് ഇഷ്ടമാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ മത്തായി 2-ാമത് അഭിസംബോധന ചെയ്യുന്നത് സദൂക്യരെയാണ്. സദൂക്യർ, നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സദൂക്യരുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവർ ഭരണപക്ഷമല്ല, അവർ പ്രതിപക്ഷമാണ്. എന്ന് വെച്ചാൽ പരീശന്മാർക്ക് നേരെ എതിര് നിൽക്കുന്ന
നിൽക്കുന്ന കൂട്ടമാണ് ഈ സദൂക്യരെന്ന് പറയും. എനിക്ക് തോന്നുന്നു ചർച്ചിനകത്തെ കൂടുതൽ പാർട്ടിക്കാരാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞപ്പോൾ മുഖമൊക്കെ വല്ലാതെ തെളിഞ്ഞു. സ്തോത്രം. അപ്പോൾ ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും പോലെയാണ്. പരീശന്മാർ ഭരണപക്ഷവും, എന്നാൽ സദൂക്യർ പ്രതിപക്ഷവുമാണ്. ഇവർക്ക് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഈ സദൂക്യർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ മക്കളെ. ഈ സദൂക്യർക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരതിനെ കണ്ടെത്തിയ തിയറിയാണ് പ്രശ്നം എന്ന് പറയുന്നത്, കൺസെപ്റ്റ് ആണ് പ്രശ്നം എന്ന് പറയുന്നത്. ഈ സദൂക്യരുടെ പഠിപ്പീര് എന്നാണെന്നറിയാമോ? പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പാപത്തെ ആവോളം ആസ്വദിക്കണം. പാപത്തെ ആവോളം ആസ്വദിക്കണം. അങ്ങനെ പാപത്തെ നീ ഒത്തിരി ആസ്വദിക്കുമ്പോൾ പാപത്തിൽ നിന്നുള്ള നിന്റെ ഇഷ്ടം കുറയും, നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് സദൂക്യർ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് അറിയത്തില്ല. കുറേയും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ സിനിമ കാണുന്നവരാണ്, കരമൊന്നും ഉയർത്തരുത്, ഭയങ്കര നാണക്കേടാണ്. 2 ദിവസം കൂടെ ക്യാമ്പുണ്ട്, നിങ്ങൾ ശാന്തമായിട്ടിരുന്നാൽ മതി. സിനിമ കാണുന്നവരാണെങ്കിൽ എന്നും സിനിമ കാണണം കേട്ടോ. രാവിലെ കാണണം, ഉച്ചയ്ക്ക് കാണണം, വൈകിട്ട് കാണണം. അങ്ങനെ സ്ഥിരമായിട്ട് സിനിമ കാണുമ്പോൾ സിനിമയോടുള്ള നിന്റെ ഇഷ്ടം കുറയും. പിന്നെ നിനക്ക് സിനിമയോട് ഇഷ്ടം വരത്തില്ല, പിന്നെ നിനക്ക് ഫേസ്ബുക്കിനോട് ഇഷ്ടം വരത്തുള്ളൂ. അപ്പൊ സിനിമയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. അതാണ് സദൂക്യരുടെ കൺസെപ്റ്റ്. പാപത്തെ ആവോളം ആസ്വദിക്കുക, അപ്പൊ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു കമ്മ്യൂണിറ്റി. ഇനി ഫേസ്ബുക്കിനോട് നിനക്ക് ഒത്തിരി പ്രേമം ഉണ്ടാകുമ്പോൾ നീ ഫേസ്ബുക്ക് സ്ഥിരമായിട്ടിരിക്കുക. രാവിലെ ഉറക്കം എണ്ണീറ്റ് വരുമ്പോഴേ ഫേസ്ബുക്ക് നോക്കണം, ഉച്ചയ്ക്ക് നോക്കണം, വൈകിട്ട് നോക്കണം. അങ്ങനെ സ്ഥിരമായിട്ട് ചിരിക്കരുത്. ചിരിക്കുമ്പോൾ നിങ്ങളുള്ള ദൂതാണെന്ന് എനിക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ചിരിക്കരുത്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ആമേൻ, സ്തോത്രം. ഫേസ്ബുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫേസ്ബുക്കിനോടുള്ള ഇഷ്ടം അങ്ങ് കുറഞ്ഞു. അപ്പം നിങ്ങൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിനോടായി ഇഷ്ടം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പാപത്തെ എന്നും ആസ്വദിക്കുക, അപ്പൊ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് സദൂക്യർ. ആ തിയറി അമ്പേ പരാജയമാ. അങ്ങനെ രക്ഷപ്പെട്ട ഒരു ചരിത്രം ഉലക ചരിത്രത്തിനകത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ കൂട്ടം സദൂക്യരാ. എന്നാൽ ഈ പുസ്തകത്തിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശാസ്ത്രിമാരാണ്. ശാസ്ത്രിമാരെ നിങ്ങൾക്കറിയാം. ഇപ്പൊ എനിക്ക് ഇന്ന് രാത്രിത്തെ യോഗത്തിൽ ഈ ബഹുമാനി അഭിഷക്തന്മാർ എന്നെ വിളിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കാണാൻ പറ്റിയല്ലോ. അല്ല, എനിക്ക് പകരം ശാസ്ത്രിമാരിൽ ആരെങ്കിലും ഒരാളെയാ ഇന്ന് രാത്രി യോഗത്തിൽ വിളിച്ചതെങ്കിൽ എന്നെ പോലെ അല്ല പുള്ളി പ്രസംഗിക്കുന്നത്. തലനാരിഴയ്ക്ക് എല്ലാം കീറിമുറിച്ച് പ്രസംഗിക്കും. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. അങ്ങനാണെങ്കിൽ ആരാണ് യഹോവ? എങ്ങനെ ഇടയനായി മാറി? ഇടയനും ആട്ടിൻകൂട്ടങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? ഇതിന് എത്ര പോയിന്റ്? ഇതൊക്കെ പ്രസംഗിക്കാൻ കഴിയുന്ന കമ്മ്യൂണിറ്റിയാണ് ശാസ്ത്രിമാർ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അഭിഷേകത്തോട് അവർക്ക് ഒരു ഇഷ്ടവുമില്ല. അക്ഷരം അക്ഷരം അക്ഷരം, പ്രമാണം പ്രമാണം, ഇങ്ങനെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. എന്നാൽ ഈ പുസ്തകത്തിലെ നാലാമത്തെ കമ്മ്യൂണിറ്റിയാണ് സ്തോത്രം. അതെ, ഈ പുസ്തകത്തിലെ നാലാമത്തെ കമ്മ്യൂണിറ്റിയാണ് ഹെരോദിയ മണ്ഡലം എന്ന് പറയുന്നത്. ഇവരുടെ പ്രശ്നം, ഇവർക്ക് കസേര എങ്ങനെയെങ്കിലും നിലനിർത്തണം. ഞാനാരാ? ഞാൻ സെക്രട്ടറി. നീ ആരാ? നീ പ്രസിഡന്റ്. ഞാനോ? ഞാൻ ഖജാൻജി. ഈ പൊസിഷൻ നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. ഇവൻ നമ്മുടെ ചർച്ചിനകത്ത് ആരാധിക്കാൻ വന്നിരിക്കുന്ന കസേര പോലും വേറൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഞാൻ എന്റേത്, എന്റെ കസേര, ഞാൻ. അത് ആരുടെ കുതികാലെ പിടിച്ചാലും വേണ്ടില്ല, ഏതൊരുത്തനെ വെട്ടി താഴെ ഇട്ടാലും വേണ്ടുന്നില്ല. എന്റെ കസേര എനിക്ക് എങ്ങനെയും നിലനിർത്തണം. യേശു ജനിച്ചാലും അവർക്കൊന്നുമില്ല, യേശു മരിച്ചാലും അവർക്കൊന്നുമില്ല. അവരുടെ പൊസിഷൻ അവർക്ക് നിലനിർത്തണം. ഹെരോദിയ മണ്ഡലം. ഈ 4 വ്യത്യസ്തമായ കമ്മ്യൂണിറ്റി തിങ്ങിപ്പാർക്കുന്ന പട്ടണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് മത്തായി തന്റെ സുവിശേഷം എഴുതുന്നത്. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മത്തായി യേശു പറഞ്ഞൊരു ശക്തമായ സ്റ്റേറ്റ്മെന്റ് മത്തായി പറയാണ്. അതാ നമ്മുടെ പ്രസംഗവാക്യം. ഇനി എല്ലാവരും എന്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ശബ്ദമുയർത്തി എന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പോരാ, ഇച്ചിരി കൂടെ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. 4 അധ്യായത്തിൽ 4 വ്യത്യസ്തമായ ദൂതുകൾ വെളിപ്പെടുത്തി 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ യേശു ഷാർപ്പായിട്ടൊരു പദം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് ആ വാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഒരു വ്യക്തിയുടെ വെളിച്ചം ആണെന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾ ഒരു കുടുംബത്തിന്റെ മാത്രം ജ്വലിച്ചു നിൽക്കുന്ന ശോഭ അതല്ല യേശു പറഞ്ഞത്. നിങ്ങൾ കേരളത്തിന്റെ 14 ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകാശവലയം അതല്ല യേശു പറഞ്ഞത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അർത്ഥം, ഭൂമി എവിടെല്ലാം പരന്ന് പന്തലിച്ചു കിടക്കുന്നോ അതിന്റെ വെളിച്ചമാ നീ. ഇന്ന് രാത്രി അഭിമാനമുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറ, ഞാനൊരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ മാത്രം വെളിച്ചമല്ല. ഇന്ന് രാത്രി ദൈവം എന്റെ മേലൊരു പദവി തന്നിട്ടുണ്ട്. ഞാനിതാ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇനി എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ വരിക. മക്കളെ, ഈ വെളിച്ചത്തെ കുറിച്ച് പിശാചിന്റെ 2 അജണ്ടകളുണ്ട്. ഈ വെളിച്ചത്തെ കുറിച്ച് പിശാചിന് 2 പദ്ധതികളുണ്ട്. ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത്, ഈ വെളിച്ചം കത്താൻ
പാടില്ല എന്നുള്ളതാണ്. ഈ വെളിച്ചം കത്താൻ പാടില്ല. ആകയാൽ വെളിച്ചം കത്താൻ പാടില്ല എന്ന് പിശാച് ചുമത്തുന്ന അജണ്ടകളിൽ ദൈവം ഈ വെളിച്ചത്തെ കത്തിച്ചു നിർത്തുന്ന ദൈവമാണ്. കരമൊന്ന് ഉയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറയാമോ? എൻ്റെ ഒരു കൊച്ചു സംശയം, പാസ്റ്റർ, ഞങ്ങളാകുന്ന വെളിച്ചം കത്തി നിൽക്കണമെങ്കിൽ ഞങ്ങൾ എന്തോ വേണം? നമ്മളൊന്നും വേണ്ട. ആദ്യം ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയായി വെളിച്ചം കത്തി നിൽക്കുന്നത്? എടുത്താട്ടെ ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായം. കഴിയുന്നിടത്തോളം കുഞ്ഞുങ്ങൾ എടുക്കണം. ലേവ്യ പുസ്തകം എടുത്താട്ടെ 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എങ്ങനെയാണ് വെളിച്ചം കത്തി നിൽക്കുന്നത്? ലേവ്യ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതിരിക്കാൻ, ഇത് അണഞ്ഞു പോകാതിരിക്കാൻ, ഇത് കത്തി നിൽക്കാൻ, യാഗത്തിന്മേൽ തീ കെട്ടുപോകാതിരിക്കാൻ. അടുത്ത വാക്യം, അത് കത്തിക്കൊണ്ടിരിക്കണം. അടുത്തത്, അതിനെന്ത് വേണം? അതിനൊരു പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച്. അത്രയൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാമോ? വെളിച്ചം അണഞ്ഞു പോകാതിരിക്കുന്നത്, വെളിച്ചം കത്തി നിൽക്കുന്നതിന്റെ പിന്നിലുള്ള ആദ്യത്തെ രഹസ്യക്കൂട്ട് നിങ്ങൾ കേൾക്കണം. ഇതിന്റെ പിറകിൽ ഒരു പുരോഹിതൻ അധ്വാനിക്കുന്നുണ്ട്. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന സകല കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവി പറയാം, നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ കെട്ടുപോകാതിരിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ റീസണേ ഉള്ളൂ. അത് നമ്മുടെ ശക്തിയല്ല, നമ്മുടെ കുലശ്രേഷ്ഠതയല്ല, നമ്മുടെ കുടുംബ പാരമ്പര്യമല്ല, നമ്മുടെ അറിവും ജ്ഞാനവുമല്ല. പകരം നമ്മുടെ പുറകിൽ ഒരു പുരോഹിതൻ അധ്വാനിക്കുന്നത് കൊണ്ടാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ഇരിക്കുന്ന മാതാപിതാക്കന്മാരെ ഒരു കൊച്ചു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ സെയിം പ്രായത്തിനകത്തുള്ള അതെ എത്രയോ പ്രിയപ്പെട്ടവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. നമ്മുടെ കൊച്ചു സെന്ററിനകത്തു ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്രയോ അടക്ക ശുശ്രൂഷയിൽ നമ്മൾ പോയി പങ്കെടുത്തു. എന്നിട്ടും ആ സ്ഥാനത്ത് നശിക്കാതിരിക്കുന്നതിന്റെ കാരണമായി ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നത്, സന്തോഷമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, ഇതെന്റെ ബലമല്ല പാസ്റ്ററേ, ഇതെന്റെ ശക്തിയല്ല പാസ്റ്ററേ, ഇതെന്റെ കഴിവല്ല പാസ്റ്ററേ, എന്റെ പുറകിൽ ഒരു പുരോഹിതൻ ഉഷസ് തോറും അധ്വാനിക്കുന്നുണ്ട്. യാഗപീഠത്തിനകത്ത് വിളക്ക് കെട്ടുപോകാതിരിക്കാൻ അധ്വാനിക്കുന്ന പുരോഹിതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ക്യാമ്പിന്റെ 1-ാമത്തെ രാത്രി ഇതിനകത്ത് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, നിന്റെ തലമുറ നശിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ കെട്ടുപോകാൻ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നുണ്ട്. നിന്റെ കൊച്ചു നശിക്കാൻ, നിന്റെ തലമുറ കെട്ടുപോകാൻ അലറി വിളിക്കുന്ന അന്ധകാര ശക്തികൾ എവിടെയോ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, അവൻ കേരളത്തിൽ നിന്ന് മാറട്ടെ, അവൻ ബാംഗ്ലൂരോ ചെന്നൈയിലോ പൂനെയിലോ ഒന്ന് പഠിക്കാൻ വേണ്ടി പോകട്ടെ, ഞാൻ അവനെ നശിപ്പിക്കുമെന്ന് പറയുന്ന സകല അന്ധകാര മണ്ഡലങ്ങളെ നോക്കി അകത്ത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി പറയണം, എന്റെ കൊച്ചു കെട്ടുപോകത്തില്ല പിശാചേ, എന്റെ കൊച്ചു തകർന്നു പോകത്തില്ല, എന്റെ കൊച്ചു നശിച്ചു പോകത്തില്ല. കാരണം അത് അവന്റെ ശക്തിയല്ല, അവന്റെ പുറകിൽ ഒരു പുരോഹിതൻ അധ്വാനിക്കുന്നുണ്ട്. ആവർത്തിച്ച് ശബ്ദമുയർത്തി അകത്ത് അഭിഷേകമുള്ള ദൈവത്തിന്റെ മക്കൾ അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചൊല്ലിയിട്ട് പറ, ഇന്ന് രാത്രി എന്റെ തലമുറയായിരിക്കുന്ന മണ്ണിൽ, എന്റെ കൊച്ചു പഠിക്കാൻ പോയിരിക്കുന്ന രാജ്യത്തിനകത്ത്, എന്റെ കൊച്ചു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് ആര് നശിച്ചാലും എന്റെ തലമുറ നശിക്കാതെ വണ്ണം ഒരു പുരോഹിതൻ ഉഷസ് തോറും അധ്വാനിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി റാം സ്മാരക സ്നാദിയാവന യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുക. എന്റെ ചോദ്യം, പുരോഹിതൻ മാത്രം അധ്വാനിച്ചാൽ മതിയുമോ? പോരാ. പുരോഹിതൻ അധ്വാനിച്ചാൽ മാത്രം നീ കെട്ടുപോകാതിരിക്കില്ല. അടുത്ത വാക്യം പറയുന്നു, പുരോഹിതൻ ഉഷസ് തോറും അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. അടുത്ത വാക്യം വായിച്ച മോളെ, അതിന്മേൽ അതേ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ രണ്ട് യാഗങ്ങൾ, ഹോമയാഗവും സമാധാനയാഗവും. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഹോമയാഗം സമാധാനയാഗം. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഹോമയാഗം സമാധാനയാഗം. ഇത് രണ്ടും സ്വമേധായുള്ള യാഗങ്ങളാണ്. അങ്ങനാണെങ്കിൽ ഞാൻ നശിക്കാതിരിക്കാൻ എന്റെ സ്വമേധാ യാഗം ദൈവത്തിന് ആവശ്യമാ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും കത്തിച്ചു നിർത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ പുരോഹിതൻ ഇന്ന് രാത്രി ഇറങ്ങി വരുമ്പോൾ നിന്റെ സഹകരണം അതിനകത്ത് ആവശ്യമാ. 3 അല്ല 30 ദിവസത്തെ ക്യാമ്പ് ഇതിനകത്ത് നടത്തിയാലും നീയാകുന്ന വെളിച്ചം ഇന്ന് രാത്രി ജ്വലിച്ചു നിൽക്കണമെങ്കിൽ പുരോഹിതൻ മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല, നിന്റെ സഹകരണം അതിനകത്ത് ആവശ്യമാണ്. അങ്ങനാണെങ്കിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറ, ഈ ക്യാമ്പ് തീരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഇന്ന് രാത്രി ഡെഡിക്കേറ്റഡ് ആകോ, ഞാൻ ചില യാഗങ്ങൾ ഇന്ന് രാത്രി നടത്തോ, സ്വമേധ ഞാൻ ദൈവ സാന്നിധ്യത്തോട് അടുത്തു വരൂ. ആരും നിർബന്ധിക്കാതെ രാവിലെ എഴുന്നേറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യോ, ആരും നിർബന്ധിക്കാതെ ഞാൻ കർത്തൃപാദപീഠത്തിനകത്ത് ഇരിക്കോ. എനിക്ക് ഇന്ന് രാത്രി ഉറപ്പാ, ഇതിനകത്ത് ഇരിക്കുന്നവരൊക്കെ ആഗ്രഹമുള്ളവരാ. അല്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ചുള്ള വെക്കേഷൻ സമയം നിങ്ങൾക്ക് എന്തെല്ലാം പരിപാടി ചെയ്യാം, അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഈ ക്യാമ്പിനകത്ത് ആ സാന്നിധ്യത്തിൽ
വെളിച്ചത്തിനകത്ത് വന്നിരുന്ന് സ്തോത്രം ചൊല്ലുന്നെങ്കിൽ നിന്നെ കത്തിക്കാൻ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ് മോനെ. ഇന്ന് രാത്രി പറ, എന്റെ ചില യാഗങ്ങൾ ഇന്ന് രാത്രി അതിനകത്ത് ചേർന്ന് വരാൻ പോകുകയാണ്. നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്റെ ചോദ്യം, പുരോഹിതൻ മാത്രം മതിയോ പാസ്റ്റർ? എന്റെ യാഗം മാത്രം മതിയോ? പോരാ. പിന്നെ അതിനകത്ത് മൂന്നാമതൊരു കാര്യം വേണം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ അത് കത്തി നിൽക്കാനുള്ള മൂന്നാമത്തെ കാര്യം പറയുക. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. സോറി മോനെ, പുറപ്പാട് പുസ്തകം 39-37 പ്രാരംഭത്തിൽ വായിച്ചാണ്. പുറപ്പാട് പുസ്തകം 39 അതിന്റെ 37. അടിവരയിട്ടു, കത്തിച്ചു വെക്ക. അടുത്തത് വെളിച്ചത്തിന് 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 എണ്ണ. വെളിച്ചത്തിന് എണ്ണ. ഇന്ന് രാത്രി നീ കെട്ടുപോകാതിരിക്കാൻ ഒരു എണ്ണ കൂടെ വേണം. എണ്ണ എന്തെന്ന് ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കേണ്ട. പ്രബുദ്ധരായ ദൈവജനമായി എന്നെ മുമ്പിലിരിക്കുന്നേ, അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി പറ, എണ്ണ പരിശുദ്ധാത്മാവല്ലാതെ വേറൊന്നുമല്ല. ഈ തലമുറയിൽ നീ കെട്ടുപോകാതിരിക്കാൻ, ഈ തലമുറയിൽ നീ നശിച്ചു പോകാതിരിക്കാൻ ഇതാ നിന്റെ പുറകിൽ ഒരു പുരോഹിതൻ കടപടഞ്ഞ് അധ്വാനിക്കുന്നുണ്ട്. ആമേ. എല്ലാ പ്രഭാതത്തിലും എനിക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ വരുന്നുണ്ട്. എന്റെ സ്വമേധ യാഗങ്ങൾ ഇന്ന് രാത്രി ഞാൻ സമർപ്പിക്കുന്നുണ്ട്. അതിനേക്കാളും അപ്പുറം വെളിച്ചത്തിനൊരു പരിശുദ്ധാത്മാവിന്റെ എണ്ണം എന്റെ മേൽ പകരുന്നുണ്ട്. ഇതൊരു വെളിച്ചം കത്തി ദൈവാത്മാവ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് നാം വായിച്ചത്. എന്നാൽ നാം വായിച്ചിരിക്കുന്ന കുറിവാക്യത്തിനകത്തേക്ക് വരുമ്പോൾ വെളിച്ചത്തെ കത്തി നിർത്താതെ ഇരിക്കാൻ പൈശാചിക ശക്തി എന്ന 2 അജണ്ടകളിലേക്കാണ് നമ്മൾ വരുന്നത്. ഒന്ന്, ഈ വെളിച്ചം കത്താൻ പാടില്ല, ഇത് കെട്ടുപോകണം. ഇത് കെട്ടുപോകാതിരിക്കാൻ ഒരു പുരോഹിതനുണ്ട്, ഒരു എണ്ണയുണ്ട്, നിന്റെ യാഗമുണ്ട്. അപ്പോൾ ഈ 3 കാരണത്താൽ നീ ഇങ്ങനെ കത്തി ഉദിച്ച് ഉയർന്നു നിൽക്കുമ്പോൾ പിശാച് ചെയ്യുന്ന 2ാമത്തെ അജണ്ട കേൾക്കണം, ഇതിനെ അണച്ചു കളയണം. എങ്ങനെയാ മക്കളെ ഒരു വെളിച്ചം അണഞ്ഞു പോകുന്നത്? സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെന്ന് എടുക്കണേ മക്കളെ, കുഞ്ഞുങ്ങൾ എടുത്ത ആ വാക്യത്തിന് അടിവരയിടണം. എങ്ങനെ ഒരു വെളിച്ചം അണഞ്ഞു പോകുന്നത്? ലാമേ സ്തോത്രം. അതേ സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. മക്കളെ എല്ലാ കുഞ്ഞുങ്ങളും ആ വാക്യം എടുത്തോ. കുഞ്ഞുങ്ങൾ മാത്രം ആ വാക്യം ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ചേ. ആരെങ്കിലും ഇനി എല്ലാരും കൂടെ ചേർന്ന് വായിച്ചേ. ആരെങ്കിലും ദുഷിച്ചാൽ അവന്റെ വിളക്ക്. നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ പഴി പറഞ്ഞാൽ, അവരെതിരെ നിങ്ങൾ സംസാരിച്ചാൽ, അവർക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടിയാൽ നിന്റെ വിളക്ക് കെട്ടുപോകും, നിന്റെ വിളക്ക് നശിച്ചു പോകും. ആകയാൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, എന്റെ വിളക്ക് കെട്ടുപോകാതെ ഒരു പുരോഹിതൻ എന്റെ പിറകിൽ അധ്വാനിക്കുന്നുണ്ട്. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് പറഞ്ഞാട്ടെ. ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് വരുന്നു. ഇതൊരു വിളക്കാണ്. ഈ വിളക്ക് കത്തി നിൽക്കാനുള്ള 3 സിസ്റ്റങ്ങളാണ് നാം വായിച്ചത്. എന്നാൽ ഈ വിളക്ക് അണച്ചു കളയാൻ പിശാച് ചെയ്യുന്ന ഒരു തന്ത്രം നാം കണ്ടു. എന്നാൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ വിളക്ക് അണച്ചു കളയുന്നതല്ല പിശാചിന്റെ പദ്ധതി. നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോണേ. നാം വായിച്ചിരിക്കുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ വെളിച്ചത്തെ അണച്ചു കളയുന്നതല്ല പിശാചിന്റെ പദ്ധതി. നാം വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെയാണ്, വിളക്ക് ണ്ട്, പക്ഷെ കത്തിയ വിളക്ക് ആരും മറച്ചു വെക്കില്ല. അർത്ഥം, ഈ വെളിച്ചത്തെ കുറിച്ചുള്ള പിശാചിന്റെ 2ാമത്തെ പദ്ധതി നീ കത്തി നിന്നാലും നീ പുറത്ത് വരരുത് എന്നുള്ളതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കത്തുന്നുണ്ടോ പാസ്റ്റേ? ഭയങ്കരമായും കത്തുന്നുണ്ട്. ടാലന്റ് ഉണ്ടോ പാസ്റ്റേ? ഭയങ്കര ടാലന്റ് ഉണ്ട്. കൃപയുണ്ടോ? ഭയങ്കര കൃപയുണ്ട്. അഭിഷേകമാണോ? ഭയങ്കര അഭിഷേകമാ. സ്വോത്രം പറയാൻ പറഞ്ഞാൽ സ്വോത്രം പറയുമോ? ഭയങ്കരമായിട്ട് സ്വോത്രം പറയൂ. എല്ലാ ക്യാമ്പിനും വരുമോ? എല്ലാ ക്യാമ്പിനും വരും. പക്ഷെ പിശാചിന്റെ 2ാമത്തെ പദ്ധതി നീ കണ്ടോ? നീ ഇങ്ങനെ കത്തി നിന്നാലും നീ ചൊലിക്കാൻ പാടില്ല. നിന്നെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് പിടിക്കണം. നീ ഇങ്ങനെ മറഞ്ഞിരിക്കണം. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ ഈ ദൂതുമായി ഞാൻ നിൽക്കുമ്പോ തികച്ച ഉറപ്പോടെ ഞാൻ പറയാം, ഇന്നലകളിൽ പൈശാചിക ശക്തികൾ അവന്റെ രാജ്യത്തിൽ മറച്ചു കളഞ്ഞ ചില വിളക്കുകളെ ഈ ക്യാമ്പിന്റെ 1ാമത്തെ രാത്രി എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറ, പ്രസംഗത്തിനൊരു ഓളമുണ്ടാക്കാനല്ല, ഈ ദൂത് ഇന്ന് രാത്രി ഇതിനകത്ത് ഫലിക്കണോ? ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് മറഞ്ഞുപോയ ചില വെളിച്ചങ്ങൾ, നമ്മുടെ സെന്ററിനകത്ത് ശോഭിക്കേണ്ട ചില വിളക്കുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തമ്പുരാന്റെ വരവ് താമസമെങ്കിൽ അടുത്തൊരു തലമുറയുടെ ദൈവരാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കാൻ നിന്നെ സെലക്ട് ചെയ്ത് കത്തിച്ചു നിർത്തിയ പടച്ച തമ്പുരാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കെ അതിനെ മറച്ചു വെച്ചിരിക്കുന്ന സകല കുരുക്കുകളും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഒന്ന് അഴിച്ചു കളഞ്ഞിട്ട് പുറകിലിരിക്കുന്ന മമ്മിമാർ, പപ്പമാർ ആത്മാവിൽ
ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് പറ, എന്റെ തലമുറ പുറത്തു വരും പാസ്റ്ററേ, എന്റെ കൊച്ചു പുറത്തു വരും പാസ്റ്ററേ. അവനെ ഒതുക്കി വെക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയാത്ത രീതിയിൽ എന്റെ തലമുറ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവർ മാത്രം ഇന്ന് രാത്രി അന്യഭാഷകളിൽ ശബ്ദമുയർത്തി 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 പോരാ, ഒരു യുദ്ധം ചെയ്യുന്ന ശക്തിയോട് രാമ ശാസ്മാന ഗസ്മാനിയ ലാതേര കേലഗക്ഷം ഭാരഗതുരം ശമാനഗസിയാവന. ഇത് കേവലം രണ്ട് കരയല്ല. ഇന്ന് രാത്രി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവൻ നമ്മുടെ സെന്ററിനകത്ത് മറച്ചു വെച്ച ചില വിളക്കുകളെ, ഈ മുൻനിലയിൽ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഈ ക്യാമ്പ് തീരുന്നതിനേക്കാൾ മുമ്പ് എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ആത്മാവി പറ, ഞാൻ പുറത്തു വരൂ, എന്റെ കൊച്ചു പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ 15 വർഷങ്ങളായി പിശാചിന്റെ തലമുറയെ മറച്ചു വെക്കാൻ തുടങ്ങിയിട്ട്, കഴിഞ്ഞ 15 വർഷങ്ങളായി എന്റെ തലമുറയെ പിശാച് ഒതുക്കി വെക്കാൻ ശ്രമിച്ചിട്ട്, കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി പാസ്റ്ററേ എന്റെ കൊച്ചിന്റെ അകത്ത് ഭയങ്കര ടാലന്റ് ഉണ്ടെന്ന്, അവന് വലിയ ദൈവശക്തി ഉണ്ടെന്ന്, അവൻ യേശുവിന് ഇഷ്ടമാണെന്ന്, എന്നിട്ടും അവനെ മറച്ചു പിടിച്ചിരിക്കുന്ന ദുരാത്മാവേ, ഇന്ന് രാത്രി നിന്നെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ വെട്ടുകയാണ്. ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ ഇന്ന് രാത്രി ഈ ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക് ഒരു വലിയ സ്വപ്നമുണ്ട്. ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരണം. യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്ക്, യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്ക്. ഒരു വാര്യപുരം യോനാച്ചാന്റെ കാലഘട്ടം കഴിഞ്ഞു കേട്ടോ, ഒരു കൂടൽ കുഞ്ഞുമോനാച്ചാന്റെ കാലം കഴിഞ്ഞു കേട്ടോ, ഒരു കെ ഇബ്രാഹിം സാറിന്റെ കാലഘട്ടം കഴിഞ്ഞു. അടുത്തൊരു തലമുറയെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നുണ്ട്. ഈ ക്യാമ്പിന്റെ ചരിത്രത്തിനകത്ത് വെളിപ്പെട്ടു വരാതെ മറഞ്ഞു പോയ ചില വിളക്കുകളെ ഈ രാത്രി നീ പുറത്തു വാ. മറഞ്ഞിരിക്കുന്ന ചില വിളക്കുകളെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ ശിരസിൽ കരം വെച്ച് ഇന്ന് രാത്രി ദൂത് പറയുക, പുറത്തു വാ, നീ പുറത്തു വാ. നീ വന്നാൽ നീ പ്രയോജനപ്പെടോ, നീ വന്നാൽ കാലഘട്ടത്തിന്റെ പ്രവാചകനായി മാറോ. എന്താ പാസ്റ്റർ ഇത്ര തന്റെ ഇടത്തോടെ പറയുന്നത്? ഇന്ന് രാത്രി ഞാൻ ഗസ്റ്റ് ആയിട്ടല്ലല്ലോ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്, ഞാൻ ഈ സെന്ററിനകത്ത് വളർന്നു വന്നതല്ലേ. ഇന്ന് രാത്രി എന്റെ അകത്ത് തിളയ്ക്കുന്ന മുഴുവൻ ഉറപ്പോടെ ഞാൻ പറയാ, നീ പുറത്തു വന്നാൽ നിന്നെ ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ കുരുക്കുകളെയും ഇന്ന് രാത്രി തമ്പുരാൻ അഴിക്കും യേശുവിന്റെ നാമത്തിൽ. കൊച്ചിനു വേണ്ടി ഉപവസിക്കാത്തൊരു ദിവസം മേലുമില്ല, എന്റെ കൊച്ചിനു വേണ്ടി കരയാത്തൊരു ദിവസം പോലുമില്ല. എന്നിട്ടും എന്റെ കൊച്ചിനെ കഴിഞ്ഞ ദീർഘ വർഷങ്ങളാ ഏതൊക്കെയോ സ്ഥലത്തിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന പൈശാചികത്തിന്റെ കുരുക്ക അന്യഭാഷകളിൽ നിന്റെ അകത്ത് ടാലന്റ് ഉണ്ട് മോനെ. നീ പുറത്തു വന്നാൽ ഒരു ചരിത്രമായിരിക്കും. നീ പുറത്തു വന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാച് പറയുന്നത് ഇപ്പോഴുള്ള അന്യഭാഷയിൽ നീ ഒതുങ്ങിയിരിക്കണം എന്നുള്ളത്. പക്ഷെ ഈ സെക്ഷൻ ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരൂ, എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരൂ, എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരൂ. നാവിനകത്തേക്കൊരു ദൈവശക്തി ഇന്ന് രാത്രി ചലിക്കുന്നല്ലോ. ആരോടാണ് ഈ ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നീ ഉറച്ചു വിശ്വസിച്ചു, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. തമ്പുരാന്റെ മഹത്വം ഇന്ന് രാത്രി നിന്റെ ശിരസിൽ ഒരു കാരണവശാലും ഇന്ന് രാത്രി വിട്ടുകൊടുക്കരുത്. ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക്, ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക്, ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ. ദേശത്തിനകത്തൊരു വലിയ സ്തുതി പകരപ്പെടട്ടെ. കൊട്ടാരക്കര സെന്ററിന്റെ ക്യാമ്പിനകത്ത് പടച്ച തമ്പുരാൻ ചിലതിനെ പുറത്തു കൊണ്ടുവന്നു. ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവന്നു. പാടാൻ അഭിഷേകമുള്ള, ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ അഭിഷേകമുള്ള, പ്രസംഗിക്കാൻ അഭിഷേകമുള്ള ശൗലുമുണ്ടോ പ്രവാചകടത്തിൽ എന്ന് ചോദിക്കുമാറ് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ മഹത്വം. രക്തം ക്ഷയമെടുക്കുന്നു, രക്തം ക്ഷയമെടുക്കുന്നു, രക്തം ക്ഷയമെടുക്കുന്നു, രക്തം ക്ഷയമെടുക്കുന്നു, രക്തം ക്ഷയമെടുക്കുന്നു.
ഒരുവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം അടുത്ത വ്യക്തിയുടെ മേൽ കയറി പിടിക്കുന്ന ഒരു കാട്ടുതീ പോലെ ഇന്ന് രാത്രി ഇതിനകത്ത് മാറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പറ, ഈ രാത്രിയില എന്റെ ചരിത്രങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നത്. അടുത്ത ദിവസം മുതൽ ഞാൻ ക്യാമ്പിനകത്ത് കയറുമ്പോൾ കേവലം ഒരു സാധാരണ കുഞ്ഞായിട്ടല്ല, പുറത്തു വന്നൊരു ദൈവത്തിന്റെ പൈതലാ, പുറത്തു വന്നൊരു ദൈവത്തിന്റെ കുഞ്ഞാ. യേശുവിന്റെ നാമത്തിൽ ഉറച്ചിന്ന് രാത്രി നീ വിശ്വസിക്കും. നിന്റെ മേൽ ദൈവത്തിന്റെ പ്രവാചകത്തിന്റെ പുതപ്പ ഇന്ന് രാത്രി പകരാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. കൊട്ടാരക്കരയുടെ പ്രാന്ത പ്രദേശത്തിനകത്ത് വാഴുന്ന അടക്കി ഭരിക്കുന്ന അന്ധകാര മണ്ഡലത്തെ ആത്മശക്തിക്കകത്ത് വെട്ട ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെയാണ് അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ഇത് പുറത്തുള്ളവരെ ദൈവം ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ സെന്ററിനകത്ത് നിന്ന് തന്നെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. നമ്മുടെ സെന്ററിനകത്ത് തന്നെ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ചർച്ചകൾക്കകത്ത് നിന്ന് തന്നെ മറഞ്ഞുപോയ ചില വിളക്കുകളെ. വാക്കുകൾക്ക് ശക്തിയില്ല, പക്ഷെ വചനത്തിനൊരു ഭയങ്കര ശക്തി ഉണ്ട് കേട്ടോ. വാക്കുകൾക്ക് ശക്തിയില്ല, പക്ഷെ വചനത്തിനൊരു ഭയങ്കര ശക്തി ഉണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില ആൺസന്തതികളെ പുറത്തു കൊണ്ടുപോയി അപ്പായെ ഞങ്ങൾ ചങ്കുകേറി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അടുത്ത സെക്ഷനിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആമേൻ, മറഞ്ഞുപോയ ചില വെളിച്ചങ്ങളെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുമവിനായി സ്വപ്നം. ാരം ഭാരം ധീരം ധാരം ധൂടം ഭാരം ശാരം ധേരം വൈഡം ധേരം ധീരം ധാരം വൈഡം ഇക്തക രക്തക ലക്തക രന്തക ലക്തക രന്തല വൈഡം ധൂടം ഭാരം ശാരം ധേരം ധീരാ കേ ലെസ് ബേ നാ തേ നാ രേ കേ താ നാ ഈദന വൈഡബ റൂബല ഹംബല വൈഡക റീദല ഹസ്തല വൈഡബ റൂബല ഹംബല ഈഗബ റംദല വൈഡബ റൂഡബ റംശബ റംദല വൈഡക രക്തക രക്ത റിക്ക താന. അഭിഷേകത്തിന് വേണ്ടി കൊതിച്ച് ക്യാമ്പിനകത്ത് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിനകത്തിരുന്ന് നീ സ്തോത്രം ചൊല്ലിക്കോ. തമ്പുരാന്റെ മഹത്വം ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ധീനം ധാലം ധേരം ധേരം വൈഡം ധാരം ധേരം ധേരം ശാരം ധേലം ധൂടം ഭാരം സാരം ഇക്തക രക്തക ലക്തക രക്ഷക ലംബല വൈഡം ധൂടം ഭാരം സാരം ധേരം. യേശുവിന്റെ നാമത്തിൽ ഒരു കയറുകൾക്കും നിന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. കാര്യം അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ വെളിപ്പെട്ടു വരുമ്പോൾ ചണനൂല് പൊട്ടുന്നത് പോലെ ദൈവം അതിനെ പൊട്ടിച്ചു കളയും. നീ വിളക്കാണെന്ന്, നീ ശോഭിക്കേണ്ട വിളക്കാണെന്ന് യേശുവിന്റെ നാമത്തില്. കുഞ്ഞ്, നീ ജനിച്ച കുലം ചെറുതാ കേട്ടോ, നിന്റെ കുടുംബം ചെറുതാ, പക്ഷെ ഈ വിളക്ക് നിന്റെ മേൽ കത്തിയ നീ പട്ടണത്തിനകത്ത് ശോഭിക്കുന്ന വിളക്കായി മാറുമെങ്കിൽ നിന്റെ വിദ്യാഭ്യാസം അല്ല നിന്നെ ഉയർത്തുന്നത്, നിന്റെ കുലശ്രേഷ്ഠതയല്ല നിന്നെ ഉയർത്തുന്നത്. ഈ വെളിച്ചം ഇന്ന് രാത്രി ഒന്ന് കത്താൻ വേണ്ടി പ്രാർത്ഥിക്ക. ഇത് കത്തിയാൽ ഹല്ലേലൂയ. ഈ വേദിക്കകത്ത് നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോ അകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ തീക്കകത്തുനിന്ന് കത്തുന്ന ഒരു പറ്റം കുഞ്ഞുങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അടുത്തൊരു തലമുറയെ ദൈവം ക്രിയേറ്റ് ചെയ്യാണ്. ടു ക്രിയേറ്റ് എ ന്യൂ ആർമി ഫോർ ജീസസ്. അകത്ത് വിശ്വസിക്കുന്നവരെ പറ, ടു ക്രിയേറ്റ് എ ന്യൂ ആർമി ഫോർ ജീസസ്. തമ്പുരാന് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു ശോഭയുള്ള വിളക്കിന്റെ രാത്രി പുറത്തു വരട്ടെ. Hallelujah. Hallelujah. Ram smanagaksha ithanadalagaksham dheragaturam smanagasthanadi അടകം ഭാലകക്ഷം ഭരാതകക്ഷം ഭാലകത്തുരം മനാതകക്ഷം ധേനകസി. അതങ്ങനെ മൂവാകുന്നുണ്ട്. ഒരു പക്ഷെ ദൈവം നിന്നെ പ്രൊഫറ്റിക്കൽ രഥത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. പ്രവാചക ആത്മാവ് നിന്റെ ശിരസിനകത്ത് പകരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇന്ന് രാത്രി പ്രസംഗമെല്ലാം അവിടെ നിൽക്കട്ടെ, പ്രസംഗമല്ല നമ്മുടെ വിഷയം. ഇന്ന് രാത്രി നമ്മുടെ പിള്ളാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കണം. ചങ്കുകീറി ദൈവത്തോട് പ്രാർത്ഥിക്കൊരു പുതിയ പുതപ്പ്. രക്തം 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 രക്തം. ആഗ്രഹമുള്ള കുറെ എണ്ണത്തെ ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ആ എഴുന്നേൽക്കട്ട മോനെ, കത്തുന്ന ചില വിളക്കേശുവിന്റെ നാമത്തിൽ ഉപയോഗിക്കും.
വിമർശിക്കുന്നവൻ ഇന്ന് രാത്രി വിമർശിക്കട്ടെ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. ശോഭയുള്ള ചില വിളക്കുകൾ, ദേശത്തിന്റെ നടുകയും കുറുകയും പ്രകാശം ജ്വലിപ്പിക്കുന്ന ചില വിളക്കുകൾ ഒരു ക്രോസ് റോഡിനകത്താ നീ നിൽക്കുമ്പേ, ഒരു ക്രോസ് റോഡിനകത്താ നീ നിൽക്കുമ്പേ, ഈ തലമുറയിൽ നിനക്ക് പുറത്തു വരണമെങ്കിൽ ഈ തീ നിന്നകത്ത് ഭയങ്കരമായും ഈ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ഭയങ്കരമായും ഈ ആത്മാവനോട് പറയുന്ന പോലെ നീ തൊടുമ്പോൾ ആത്മപകർച്ച സംഭവിക്കത്തക്ക രീതി തമ്പുരാന്റെ തീ നിന്നെ കെടുത്താൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല. നിന്നെ അണയ്ക്കാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല. പുറപ്പെടട്ടെ. ആത്മാവിനോട് പറയുന്നു, ഏലിയാവിന്റെ നാമാണ്, ഏലിയാവിന്റെ നാമാണ്. ഈ സെക്കൻഡ് നീ വിശ്വസിക്കാമെങ്കിൽ ഏലിയാവിന്റെ നാവിന്മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ തീയ തുറക്കാൻ വേണ്ടി കത്തി നിൽക്കുന്ന ചില വിളക്കുകളെ പുരോഹിതൻ വന്നിട്ടും എണ്ണ പകർന്നിട്ടും പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടും നിന്നെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന കുരുക്കിന്ന് രാത്രി പൊട്ടട്ടെ. രക്തം 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 യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വാഴുമോ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ്, വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പറയുക, കൊട്ടാരക്കര സെന്ററിനകത്തുള്ള 32 പ്രാദേശിക സഭകൾക്കകത്ത് എന്റെ പടച്ച തമ്പുരാൻ കത്തിച്ച ഒരു വിളക്ക് പോലും അണഞ്ഞു പോകാതെയും മറഞ്ഞു പോകാതെയും ഈ ക്യാമ്പുകൾ വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അടുത്ത 2 ദിവസങ്ങൾ തീരുന്നതിനേക്കാൾ മുമ്പ് ശോഭയുള്ള ചില വെളിച്ചത്തെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരൂ എന്നാണ് വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കാരവും ശബ്ദം ഉയർത്തി ശക്തിയോടെ പറയേ ഹല്ലേലൂയ. ഒറ്റ വാക്ക് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. Thank you, Lord. The great presence, Pastor. We respect you, Lord. നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിനകത്തേക്ക് കഴിഞ്ഞ പതിറ്റാണ്ടുകൾ, കഴിഞ്ഞ നാളുകൾ, കഴിഞ്ഞ മാസങ്ങളാ അവരെ മറച്ചു വെച്ച സ്വാധീനത്തിന്റെ കുരുക്കിന്ന് രാത്രി അഴിച്ച് തമ്പുരാൻ അവരെ പുറത്തു കൊണ്ടുവരുമവിനായി സ്തോത്രം. എന്റെ കൂടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കും മക്കളെ. എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്ന, ഇന്ന് രാത്രി അവസാന പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുക. ആ ഇരിപ്പിടങ്ങളെല്ലാം വിട്ട് ദൈവ സാന്നിധ്യത്തിനകത്ത് എഴുന്നേറ്റ് നിന്ന് ഇന്ന് രാത്രി നമ്മൾ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുക. എഴുന്നേറ്റാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ഹൃദയങ്ങളെല്ലാം തുറന്നാട്ടെ. ആ സാന്നിധ്യത്തിനകത്ത് ലോർഡ് ദ ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിൽക്കുന്ന സകല കുഞ്ഞുങ്ങളോടും അവസാന ഭാഗം ഞാൻ പറയാം. പ്രസംഗമല്ല, പ്രസംഗം നമ്മുടെ വിഷയമല്ല. പ്രസംഗിക്കാനുള്ള ഭാഗങ്ങൾ ഒത്തിരി, അതൊന്നും നമ്മുടെ വിഷയമല്ല. പ്രസംഗം തീർക്കുന്നതേ അല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ദൈവത്തിന്റെ തൂത് വെളിപ്പെട്ട് വരുന്നതാണ്. ആ എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പരിശുദ്ധമായി പറയാം, മക്കളെ, നിങ്ങൾ കത്താൻ ആഗ്രഹിച്ചാലും, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങൾ ശോഭിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ മറഞ്ഞു പോകുന്നതിന് പിന്നിൽ ഒന്നാമത്തെ കാരണം നമ്മുടെ അകത്ത് വാഴുന്ന പാപത്തിന്റെ സീഡാകട്ടോ. പാപം പാപം പാപം, 2 പാപം ഞാൻ. 1 മറഞ്ഞിരിക്കുന്ന പാപം, കേൾക്കുന്നോ? 2 വെളിപ്പെട്ട് നിൽക്കുന്ന പാപം. തമ്പുരാന്റെ കൃപയാൽ നമ്മുടെ പാപം ഇപ്പൊ മറഞ്ഞിരിക്കുക.
തമ്പുരാൻ പരസ്യ കോലാഹലമാക്കിയിട്ടില്ല. ലേവ്യ പുസ്തകം പറയുന്നു, ഇസ്രായേൽ ജനം പാപം ചെയ്തു, പക്ഷെ ഇസ്രായേലിന്റെ കണ്ണുകൾക്ക് അത് മറഞ്ഞുപോയി. അപ്പൊ പാപം നമ്മുടെ അകത്ത് പിശാചും മറച്ചു വെക്കും, നമുക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാവോ കണ്ണടച്ച്? എന്റെ പാപത്തിന്റെ സീഡ് ഇന്ന് രാത്രി ഒന്ന് പൊട്ടയണം. എന്റെ അതിക്രമമുള്ള സീഡ്, സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ സീഡ്, ദൈവഹിതമില്ലാതെ കാണുന്നത് ചിലതിനെ ഇന്ന് രാത്രി ആ പാപത്തിന്റെ കെട്ട് ദൈവം ഒന്ന് അഴിക്കുമ്പോ അതാ ഞാൻ ഇന്ന് രാത്രി പുറത്തു വരാൻ പോവാ. ഞാൻ പുറത്തു വരാൻ പോവാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ഹൃദയങ്ങളെല്ലാം തുറന്ന് സ്തോത്രം ചൊല്ലിയാട്ടെ. പിശാചിനി വെളിച്ചത്തെ കുറിച്ച് 2 ചിന്ത മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നീ കെട്ടുപോകണം. പക്ഷെ ഇന്ന് രാത്രി യോഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ, നീ കെട്ടില്ല. ഈ ക്യാമ്പിനകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നു. അങ്ങനാണെങ്കിൽ പിശാചിന്റെ 2ാമത്തെ പദ്ധതി നീ അണഞ്ഞു പോകണമെന്നുള്ളതാ. ഇരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞു പറ, ഞാൻ അണയത്തതുമില്ല പിശാചേ, ഞാൻ കെട്ടുപോകത്തതുമില്ല പിശാചേ. ഞാൻ ഈ ദേശത്തിനകത്ത് കണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്കായി മാറാൻ പോവാണ്. അകത്ത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്തോത്രം ചൊല്ലി അകതാരിൽ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമോ? ഇന്ന് രാത്രി ഞാൻ പ്രവാചക ആത്മാവിൽ പറയാ, പാപത്തിന് നിന്റെ മേൽ സ്വാധീനമില്ലാതെ വന്ന പാപത്തിന്റെ കെട്ടുപൊട്ടിച്ച് ഒരു പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ, ഒരു പൗലോസിനെ ദൈവം ശോഭിക്കുന്ന വിളക്കാക്കി മാറ്റിയതുപോലെ, ഒരു നിജമായ തിമോഥെയോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ